പോവാതെ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒരുപാട് കുട്ടികളുടെ ഉള്ളിലുള്ള ഒരു ഡൗട്ടാണ്. എൻട്രൻസ് എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള കോച്ചിങ് എടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. സോ +2 കഴിഞ്ഞ് എൻട്രൻസ് എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാ കുട്ടികളും ഈ ഒരു വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കാണണം. അപ്പം മെയിൻലി നമുക്കറിയാം, നമ്മുടെ എൻട്രൻസ് എക്സാമുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ അല്ലെങ്കിൽ MBBSന് പോകാനാണെങ്കിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ട എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് നീറ്റ് എക്സാം ആണ്. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരളയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കീം എക്സാം ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള NITs, IITs, IIITs പോലെയുള്ള നല്ല ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നിങ്ങൾക്ക് വാങ്ങിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടത് JEE എക്സാം ആണ്. അപ്പം മെയിൻലി ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരാൻ പോകുന്നത് നീറ്റിനാണെങ്കിലും കീമിനാണെങ്കിലും അതേപോലെ തന്നെ JEEക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, മെയിൻലി ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, +1 നിന്ന് +1 കഴിഞ്ഞ് നിങ്ങൾ +2 നിൽക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ +2 പഠിക്കാൻ വേണ്ടി പോകുന്ന മക്കളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുമ്പിൽ ഇനി ഒരു വർഷമാണ് ബാക്കിയുള്ളത് അല്ലേ? ആ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് വരും? കീം എക്സാമും JEE എക്സാമും അതേപോലെ തന്നെ നീറ്റ് എക്സാമും ഒക്കെ വരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വർഷത്തിൽ നമുക്ക് +2 ബോർഡ്സ് പഠിക്കണം, അതേപോലെ തന്നെ +1ൻ്റെ റിവൈസ് ചെയ്യണം, എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം. ഇത് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ പറയില്ല പഠിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ബെറ്റർ റാങ്ക് അല്ലെങ്കിൽ ബെറ്റർ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രോപ്പർ ആയിട്ടുള്ള കോച്ചിങ് എടുക്കണത് നിർബന്ധമാണ് എന്ന് തന്നെ ഞാൻ പറയും. വേറെ ഒന്നുമല്ല, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാംസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വർഷത്തെ നീറ്റ് എക്സാമിൻ്റെ തന്നെ റിസൾട്ടല്ല, ആ എക്സാം കഴിഞ്ഞ സമയത്ത് വളരെ ടഫായിട്ടുള്ള ഒരു എക്സാമാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തതിലും അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു നീറ്റ് 2025 എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള വർഷങ്ങളിലും അതേപോലെ തന്നെയാണ് വരാൻ പോകുന്നത്. സോ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ആവശ്യമാണ്, പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമാണ്, പ്രോപ്പർ ആയിട്ടുള്ള ട്രിക്സ് പഠിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർ ലെക്ചേഴ്സ്, നന്നായിട്ട് ടോപ്പിക്സ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് സ്വന്തമായിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ എഫേർട്ട് നമുക്ക് ഇടുന്നത് വളരെ കൂടുതലായിരിക്കും. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്, എനിക്ക് നല്ലൊരു എഞ്ചിനീയർ ആവണം, എനിക്ക് നല്ലൊരു ഡോക്ടർ ആവണം എന്ന് നിങ്ങളുടെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു പ്രോപ്പർ കോച്ചിങ് എടുക്കണം. അത് ഓഫ്ലൈൻ ആവാം, ഇല്ലെങ്കിൽ ഓൺലൈൻ ആവാം. അപ്പോൾ സെൽഫ് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മക്കളാണ്, എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓൺലൈൻ ആയിട്ടുള്ള സെഷൻസ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ എക്സാമിനർ ഫാമിലിക്ക് നീറ്റിനാണെങ്കിലും അതേപോലെ തന്നെ JEE കീമിന് ബാച്ചുകളുണ്ട്. അപ്പം അതിൻ്റെ ഓറിയൻറ്റേഷൻസ്, അതായത് ഈ ബാച്ചിൻ്റെ ലോഞ്ച് ഈ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. May 9 നമ്മുടെ ബാച്ചിൻ്റെ ലോഞ്ച് ഉണ്ടാവുക. അതായത് +1 കഴിഞ്ഞ് +2ലേക്ക് പോകുന്ന മക്കൾക്കുള്ള ബാച്ച് ലോഞ്ചാണ്. അതായത് +2ൻ്റെ കൂട്ടത്തിൽ തന്നെ JEE എക്സാമിനും നീറ്റ് എക്സാമിനും അതേപോലെ തന്നെ കീം എക്സാമിനും വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ബാച്ചാണ്. ആൻഡ് JEE ബാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ JEE ബാച്ചിൻ്റെ പേരെന്ന് പറയുന്നത് വീര ബാച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ +2ൻ്റെ നീറ്റിൻ്റെ ബാച്ചാണ് വേദ ബാച്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ +2ൻ്റെ JEE ബാച്ചിൻ്റെ പേരാണ് വീര ബാച്ച് എന്നാണ് പറയുക കേട്ടോ. വീര ബാച്ചാണ്, മിസ് കാണിച്ചു തരാം. +2 JEE ബാച്ചാണ് വീര ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നീറ്റിനാണെങ്കിലും അതേപോലെ തന്നെ JEEക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ ഒരു വർഷം കൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു JEE നീറ്റ് പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ JEEയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് May 9 മുതലാണ്. ആൻഡ് ഡെയിലി, അതായത് നിങ്ങൾക്ക് ബോർഡ് എക്സാം ലെവൽ ഓഫ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ വർക്ക്ഷീറ്റ്, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ്, റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതുപോലെ ചാപ്റ്റർ വൈസ് എക്സാംസ്, മോഡൽ എക്സാംസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ എല്ലാം ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് JEE ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, അതിൻ്റെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതേപോലെ തന്നെ JEEയുടെ വർക്ക്ഷീറ്റ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്, നമ്മളുടെ സ്പീഡ് കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? JEEയുടെ പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ പ്രാക്ടീസ് എക്സാംസ് ഉണ്ടായിരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ, അതായത് നീറ്റ് നോക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുന്നത്
ഇതേപോലെ ബോർഡ് എക്സാം ക്ലാസ്സുകൾ ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ നീറ്റിൻ്റെ ലൈവ് ക്ലാസ്സുകൾ, നീറ്റിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ, നീറ്റിൻ്റെ വർക്ക്ഷീറ്റ് ആൻഡ് നീറ്റിൻ്റെ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ +2 കഴിഞ്ഞ് നിങ്ങളുടെ എൻട്രൻസ് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സോ എന്തായാലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോച്ചിങ് എടുത്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിളിനനുസരിച്ച് പഠിക്കുക. ആൻഡ് നിങ്ങൾ എഫേർട്ട് എടുത്ത് കുറച്ചുകൂടെ സമയം പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ബെസ്റ്റ് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റിന് പോകണോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പറായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു വർഷം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ കുറച്ച് ബാക്കിലോട്ടായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വർഷം എനിക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് നല്ലൊരു റാങ്ക് കിട്ടി, നല്ലൊരു കോളേജിൽ കയറാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. അത് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. JEEക്ക് നോക്കുന്നവർക്ക് JEE ബാച്ച് പ്രിഫർ ചെയ്യാം. നീറ്റിനാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ നീറ്റ് ബാച്ച് പ്രിഫർ ചെയ്യുക. ബാച്ച് ലോഞ്ചിന് മുമ്പ് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഉറപ്പായിട്ടും മിസ് പറയുന്നു, പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോച്ചിങ് എടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുക. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അത് നിങ്ങളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.